കോഴിക്കോട്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് 3 മരണം സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്ന ഒരു സംഭവത്തിൽ നിലവിൽ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, നിലവിൽ ഒരു ആരോപണം മാത്രം ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. BJPയും അതുപോലെ തന്നെ കോൺഗ്രസും അല്പസമയം മുൻപാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ 4 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഈ ഒരു സംഭവം ആശുപത്രി അധികൃതർ മറച്ചു വെക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിലെ ചില നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അല്പസമയം മുൻപ് വയനാട് MLA T സിദ്ദിഖ് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് 3 പേരാണ് ഈ ഒരു സംഭവത്തിൽ മരിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ വയനാട് സ്വദേശിയാണ് എന്നുള്ളതാണ് T സിദ്ദിഖ് MLA വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ വിഷം കഴിച്ച ഗുരുതരാവസ്ഥയിൽ ഇവിടെ വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു. ഈ പേഷ്യന്റിന് ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഈ ഒരു മരണം സംഭവിച്ചതിന് തൊട്ടടുത്ത് അതിനുശേഷം ഈ ബോഡി മാറ്റിയതെല്ലാം തന്നെ ഈ പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ വെസ്റ്റ് ഹിൽ സ്വദേശിയായിട്ടുള്ള ഒരു ഗോപാലൻ എന്നയാളും ഈ അത്യാഹിത വിഭാഗത്തിൽ കഴിയുകയായിരുന്നു. ഇദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിനിടെയാണ് ഈ മരണം സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ഓക്സിജൻ മാറ്റുകയും ഈ പുക ഉയർന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ഓക്സിജൻ ഓഫ് ചെയ്യുന്ന ഒരു ഘട്ടം വരികയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പേഷ്യന്റ് മരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി വേണം, അല്ലെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതിനെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ BJP സമാനമായ രീതിയിൽ BJPയും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ടിന്റെ കാര്യം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പുക ഉയരേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ അതിനുള്ള കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതൊക്കെ തന്നെയാണ് മറ്റ് പാർട്ടികളെല്ലാം തന്നെ ആരോപിക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ കൃത്യമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ മരണമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 4 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ പ്രിൻസിപ്പൽ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റു റിപ്പോർട്ടുകളെല്ലാം തന്നെ നാളെ പുറത്തുവിടുമെന്നതാണ് കോൺഗ്രസ് അറിയിക്കുന്നത്. വൃന്ദ, പിന്നെ നിലവിൽ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ 2 ദിവസത്തേക്ക് മെഡിക്കൽ കോളേജ് പുതിയ ബ്ലോക്കിൽ ചികിത്സ ഉണ്ടായിരിക്കില്ല എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ശ്വാസം മുട്ടി, ഈ പുക വന്നതിനെ തുടർന്ന് ശ്വാസം മുട്ടി മരിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരാനുണ്ട്. തീർച്ചയായും വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ആശുപത്രി അധികൃതർ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ മാധ്യമങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ പോലും പ്രിൻസിപ്പൽ, ഈ സൂപ്രണ്ട് അടക്കം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ മരണമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല, അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം. പക്ഷേ ഇതെല്ലാം തന്നെ ഈ ആശുപത്രി അധികൃതർ മറച്ചു വെക്കുകയാണ് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം, അല്ലെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ആവശ്യം. അതോടൊപ്പം തന്നെ വൃന്ദ ചോദിച്ച മറ്റൊരു കാര്യം, ഈ ആശുപത്രിയിലേക്കുള്ള മറ്റ് ഇനിയുള്ള ദിവസങ്ങളിലെ ചികിത്സാ രീതികൾ ഇന്നും നാളെയും, താൽക്കാലികമായി ഇന്നും നാളെയും മറ്റ് ചികിത്സകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് പ്രിൻസിപ്പൽ നേരത്തെയും പറയുന്ന ഒരു കാര്യം. നിലവിൽ പഴയ ബ്ലോക്കിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകളെല്ലാം നടക്കുന്നത്. അതോടൊപ്പം തന്നെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലുണ്ടായിരുന്ന ആളുകളെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെയുള്ള സ്റ്റാഫ്, അതായത് ഡോക്ടർ, നഴ്സ് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റാവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് സംഭവ സമയത്ത് തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി വരുന്ന ഇന്നും നാളെയും ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പഴയ ബ്ലോക്കിലായിരിക്കും പ്രവർത്തനങ്ങളെല്ലാം തന്നെ, കാഷ്വാലിറ്റി പോലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ പഴയ ബ്ലോക്കിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വ്യക്തമാക്കാനുള്ളത്, അല്ലെങ്കിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നത്, നിലവിൽ 34 രോഗികളാണ് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. അതിൽ കുറച്ച് രോഗികളെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ നിലവിൽ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ആശുപത്രി അധികൃതർ പങ്കുവെച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ മരണവിവരമാണ് ഇനി അറിയാനുള്ളത്. ഈ ഒരു സംഭവം, ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ ഒരു ആരോപണം ശരിവെക്കുന്നതാണോ അല്ലെങ്കിൽ ഇത് ആശുപത്രി അധികൃതർ മറച്ചു വെക്കുന്നതാണോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. വൃന്ദ, ശരി, അഭിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള.